ഈ എമ്പുരാന് സംഭവിച്ച ഈ 24 വെട്ടുണ്ടല്ലോ, അത് കേരളത്തിനേറ്റ 24 വെട്ടാണ് എന്ന നിലപാടുകാരനാണ്, അഭിപ്രായക്കാരനാണ് ഞാൻ പറയട്ടെ. ഇന്നിപ്പോൾ ഈ നോക്കൂ, ഈ വെട്ടിയ ഭാഗങ്ങൾ എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ NIA നെയിം പ്ലേറ്റ് എടുത്ത് മാറ്റുന്നു, NIA എന്ന പേരുച്ചരിക്കുന്നിടത്ത് മ്യൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന വില്ലൻ്റെ പേര് ബജ്രംഗിയിൽ നിന്ന് ബൽരാജ് എന്നാക്കുന്നു, അതേപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ മാറ്റുന്നു, മതചിഹ്നങ്ങൾ എല്ലാം എടുത്ത് കളയുന്നു. ഈ നിലയ്ക്ക് വളരെ കൃത്യമായ വെട്ടാണ് നടന്നിരിക്കുന്നത്. ഈ വെട്ടെല്ലാം സ്വമേധയാ എമ്പുരാൻ ടീം നടത്തിയതാണ് എന്ന് വിചാരിക്കാൻ തക്ക വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. ഇത് വളരെ ക്ലിയർലി ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരോ അണിയറയിൽ നിന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1, 2, 3, 4 എന്നിങ്ങനെ 24 വെട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ സ്വമേധയാ നടത്തിയ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. ആരാണ് ആ നിർദ്ദേശം കൊടുത്തത് എന്നത് പ്രത്യക്ഷമല്ല. പക്ഷേ അണിയറയിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമയെ അക്ഷരാർത്ഥത്തിൽ കത്തിവെച്ച് നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ചെറിയ മുന്നറിയിപ്പായി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല.